പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ സ്തുതി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവം നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസം അല്പസമയ ചിന്തയ്ക്ക് ആധാരമായ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-9 വചനങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ആമേൻ. അതെ, our God is faithful. നമ്മുടെ ദൈവം വിശ്വസ്തൻ. നമ്മെ വിളിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഇവിടെ നാം വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ 2-ാം വചനത്തിൽ, ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധന്മാർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അതെ, നാം ഓരോരുത്തരും സ്വർഗീയ വിളി കേട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നവരാണ്. നമ്മെ കർത്താവ് പേർ ചൊല്ലി വിളിച്ചു, ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നാം ആരും ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, യേശുവിനെ തിരഞ്ഞെടുത്തതല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മെ ദൈവത്തിനായി തിരഞ്ഞെടുത്തു, ദൈവത്തിനായി പ്രയോജനപ്പെടേണ്ടതിന്, ദൈവനാമ മഹത്വത്തിനായി ഫലം കായ്ക്കേണ്ടതിന് ദൈവത്തിന് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരേണ്ടതിന് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മോട് കൂടി നിന്ന മനുഷ്യർ അവിശ്വസ്തരായി തീരാം. മനുഷ്യർ മാറും, അവരുടെ സ്വഭാവങ്ങൾ മാറും, ജീവിത രീതികൾ മാറും. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾ മാറും. ഏത് അവസ്ഥകൾ മാറിയാലും, സാഹചര്യങ്ങൾ മാറിയാലും, കൂടെ നിൽക്കുന്നവർ അകന്നാലും, എന്തൊക്കെ നാം നേരിടേണ്ടി വന്നാലും, പ്രതിസന്ധികൾ കടന്നു വന്നാലും, ശോധനകൾ, വേദനകൾ, അല്ല എങ്കിൽ എല്ലാവിധമായ ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കേണ്ടി വന്നാലും, പ്രൈസ് ദി ലോർഡ്, നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൂട്ടായ്മയിലേക്ക് വിളിച്ച് ദൈവം വിശ്വസ്തൻ. എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും? സ്തോത്രം. ഇന്നും നമ്മുടെ ദൈവം വിശ്വസ്തൻ. ജോസഫിന് സ്വപ്നം കൊടുത്ത ദൈവം അവസാനത്തോളം ജോസഫിൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സഹോദരന്മാർ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു, എന്നാൽ ദൈവം വിശ്വസ്തനായിരുന്നു. തന്നെ ഹല്ലേലൂയ സ്തോത്രം, തനിക്ക് കൊടുത്ത ദർശനം പോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. സ്തോത്രം. മോശയെ കർത്താവ് വിളിച്ചു, തിരഞ്ഞെടുത്തു. എന്നാൽ മോശയുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ ഇസ്രായേൽ ജനത്തിൽ നിന്നും ഫറവോൻ്റെ സൈന്യത്തിൽ നിന്നും പലവിധമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. എന്നാൽ മോശയെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പല സാഹചര്യങ്ങളിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം മോശയെ കൂടെ ചെയ്തെടുത്ത് അവിടെ വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മോശയോട് കൂടെ നിന്നവർ തന്നെ കുറ്റം പറഞ്ഞു. സ്തോത്രം. അവിശ്വസ്തനായി തീർന്നു. എന്നാൽ ദൈവം വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവിതത്തിൽ നാം നോക്കാമെങ്കിൽ പുരുഷാരമൊക്കെ യേശുവിനോട് കൂടിയുണ്ടായിരുന്നു. സ്തോത്രം. ആഹാരം ലഭിക്കും, അല്ലെങ്കിൽ സൗഖ്യം ലഭിക്കും, കാഴ്ച ലഭിക്കും, അത്ഭുതങ്ങൾ നടക്കും, പൈശാചിക സ്തോത്രം പോരാട്ടങ്ങൾ മാറും. എന്നാൽ അവസാന നിമിഷങ്ങളിൽ ആരും യേശുവിനോട് കൂടെ ഇല്ലായിരുന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാർ, ഒരാൾ യേശുവിനെ ഒറ്റുകൊടുക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം അകന്നകന്ന് പോകുന്നു. തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന തൻ്റെ ശിഷ്യന്മാർ പോലും ലാസ്റ്റ് ടൈമുകളിൽ അവരും ഓടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു പറഞ്ഞു, എന്നെ വിളിച്ചിരിക്കുന്ന, എന്നെ അയച്ച പിതാവായ ദൈവം എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. അവിടേക്ക് നമുക്ക് എന്താണ് കാണുവാൻ കഴിയുന്നത്? സ്തോത്രം. നമ്മെ വിളിച്ചിരിക്കുന്ന, നമ്മെ ഒരു ദൗത്യത്തിനായി, ഹല്ലേലൂയ, ഒരു പർപ്പസിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആ ദൈവം
നമ്മോടുകൂടെ വിശ്വസ്തനായി കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഏത് സാഹചര്യത്തിലും ദൈവം വിശ്വസ്തനായിരുന്ന് ദൈവം ചെയ്യുന്ന കാര്യം 8-ാം വചനം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ നാം പ്രാപിച്ചിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ കൊണ്ടോ നമ്മുടെ വചന പരിജ്ഞാനം കൊണ്ടോ ആത്മീയ കൃപാവരങ്ങളുടെ ശ്രേഷ്ഠതകൾ കൊണ്ടൊന്നും നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേൽ നാം ഉറച്ചു വിശ്വസിക്കുമ്പോൾ ആ യേശു ക്രിസ്തു അവസാനത്തോളം നമ്മെ ഉറപ്പിക്കും. എങ്ങനെ ഉറപ്പിക്കും? ആ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, യാതൊരു കുറ്റവും ഇല്ലാത്തവരായിരിക്കേണ്ടതിന് യേശു ക്രിസ്തു നമ്മെ ഉറപ്പിക്കും. കാരണം യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാമും വിശ്വസ്തയോടെ ആ കർത്താവിനെ സേവിച്ചു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നാം ചെയ്തും മുന്നോട്ട് നീങ്ങുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് ചോദ്യങ്ങൾ നമുക്ക് നേരെ കടന്നു വരുമ്പോഴും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ദകളും ഒക്കെ നേരിടുമ്പോഴും ക്രിസ്തു ഹല്ലേലൂയ, യേശു ക്രിസ്തു അവസാനത്തോളം കുറ്റമില്ലാത്തവരായി നമ്മെ ഉറപ്പിക്കുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ആയതിനാൽ ഈ നാളുകളിൽ മടുത്തു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട, ആ ദൈവത്തെ വിട്ട് അകന്നു പോകരുത്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നാം അന്യപ്പെട്ട് പോകരുത്. ഹൃദയം കഠിനപ്പെട്ട് ഈ കൂട്ടായ്മ വിട്ടുപോകരുത്. സ്തോത്രം. ഈ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നാം ആരുടെ കൂട്ടായ്മയിലേക്കാണ് വന്നിരിക്കുന്നത്? ആ യേശു ക്രിസ്തു ഇനിയും നമ്മെ ഉറപ്പിക്കും, നമ്മെ ശക്തീകരിക്കും, നമ്മെ കുറ്റമില്ലാത്തവരായി നിർത്തുവാൻ യേശുവിന് കഴിയും. എന്നാൽ ആ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ലോകം നമ്മെ കുറ്റം വിധിക്കുമ്പോഴും ലോകം നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും സ്തോത്രം, യേശുവിൻ്റെ കൽപ്പന പ്രമാണിച്ച് യേശുവിൻ്റെ ഇഷ്ടം നാം ചെയ്യുന്നവരാണെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ നമുക്ക് മഹത്വവും മാനവും തേജസ്സും വരത്തക്ക രീതിയിൽ കുറ്റമില്ലാത്തവരായി അവസാനത്തോളം നമ്മെ ഉറപ്പിച്ച് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നമ്മെ ശക്തീകരിച്ച് ആ കർത്താവ് നമ്മെ വഴി നടത്തും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതായത് അങ്ങ് വിശ്വസ്തനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു കർത്താവേ. അപ്പോൾ അവസാനത്തോളം ഞങ്ങളെ ഉറപ്പിച്ച് ഞങ്ങളെ നിലനിർത്തി യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിച്ചു കർത്താവെ. കുറ്റമില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി, മാലിന്യങ്ങളില്ലാത്തവരായി കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് അങ്ങ് ഉറപ്പിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അവസാനത്തോളം കർത്താവെ അങ്ങേക്ക് വേണ്ടി നിലനിൽപ്പാൻ ദൈവം ഞങ്ങളേവരും സഹായിക്കണമേ. ഞങ്ങളെ അങ്ങ് ഉറപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ആരും യേശുവിൻ്റെ സ്നേഹത്തിൽ നന്ദിപ്പെട്ടു പോകാതെ അധികമായ കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരുവാൻ ഇവ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.